നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും വളരെ വലിയ തോതിൽ തന്നെ ഇടിയുകയുണ്ടായി. എന്നാൽ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് സ്വല്പം ഒന്ന് പിടിച്ചു നിന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളും ഇന്ന് സ്റ്റോക്ക് ന്യൂസുകളിൽ വളരെ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് വാർത്തകളുമാണ് ആദ്യം നമ്മളിവിടെ പറയുന്നത്. മികച്ച അടിസ്ഥാന ഘടകങ്ങളും രാജ്യത്തുടനീളമുള്ള ആഭ്യന്തര ആവശ്യവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ വളരെ ശക്തിപ്പെടുമെന്നാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇത് സമ്പദ് വ്യവസ്ഥ നന്നായി വളരാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നലെ ഡിഫൻസ് ഓഹരികൾ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു. അത്തരത്തിൽ HAL ഇന്നലെ ഏകദേശം 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് HALനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്തയുണ്ട്. HALുമായി പ്രതിരോധ മന്ത്രാലയം 62,370 കോടി രൂപയുടെ ഒരു വമ്പൻ കരാർ അന്തിമമാക്കി. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 97 തേജസ് MK-1A ലൈറ്റ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനാണ് കരാർ. അടുത്തതായി ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗ്രീൻ ഹൈഡ്രജന് ഇന്ത്യയിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സർക്കാർ എണ്ണ കമ്പനികൾ അടുത്തിടെ നടത്തിയ ബിഡുകൾ കിലോഗ്രാമിന് $1 കൂടുതൽ വില കുറഞ്ഞതായി എണ്ണമന്ത്രി ഹർദീപ് സിംഗ് പൂരി അറിയിച്ചു. ഏതായാലും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് BPCL, HPCL, ഗെയിൽ, IOC തുടങ്ങിയ കമ്പനികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തത് ഹോം സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യയിലെ 7 മുൻനിര നഗരങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദത്തെ താരതമ്യം ചെയ്യുമ്പോൾ 9% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വർഷം 97,080 വീടുകളാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 1,07,000 യൂണിറ്റുകളായിരുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ്. ആദ്യം US മാർക്കറ്റുകൾ. ഫെഡറൽ പലിശ നിരക്ക് എപ്പോൾ കുറയ്ക്കുമെന്ന പുതിയ സാമ്പത്തിക ഡാറ്റ സംശയം ജനിപ്പിച്ചതിനാൽ വ്യാഴാഴ്ച US ഓഹരികളെല്ലാം ഇടിയുകയുണ്ടായി. ഇന്നലെ US വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് പുറത്തു വന്നത്. 14,000 കുറഞ്ഞ് 1,18,000 ഡാറ്റ പുറത്തു വന്നത്. രണ്ടാം പാദത്തിൽ US സമ്പദ് വ്യവസ്ഥ ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വേഗത്തിൽ വളർന്നു. ശക്തമായ ഉപഭോക്തൃ ചെലവും ബിസിനസ് നിക്ഷേപവും ഇതിന് സഹായകമായി. ഇന്ന് US നിന്നും പുറത്തു വരാനുള്ളത് പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 3% അടുത്ത് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 1.47% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.90% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.61% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 2% ഇടിഞ്ഞു. യൂറോപ്യൻ വിപണിയിലേക്ക്. യൂറോപ്യൻ വിപണികൾ ഇന്നലെ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ 3% മുകളിൽ ഇടിവിലാണുള്ളത്. $1,09,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് 0.1% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 83,920 രൂപയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്ന് ഏറ്റവും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു വാർത്തയിലേക്ക് വരാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ബിസിനസ്സുകളുടെയും ഉപഭോക്താക്കളുടെയും മേലുള്ള നികുതി ഭാരം കുറയ്ക്കുന്നതിനായി കൂടുതൽ GST പരിഷ്കരണങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചന നൽകി. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഉത്തർപ്രദേശ് ഇന്റർനാഷണൽ ട്രേഡ് ഷോ 2025 അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള GST പരിഷ്കരണങ്ങൾ 2025 ശേഷവും തുടരുമെന്ന് മോദി പറഞ്ഞു. ഏതായാലും ഇനിയും GSTയിൽ മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം റൈറ്റ്സ് എന്ന കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ലോക്കോമോട്ടീവുകൾക്കായി $18 മില്യൺ അന്താരാഷ്ട്ര ഓർഡർ കമ്പനി നേടി. അടുത്ത എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ബാംഗ്ലൂരു ലിത്തിയം അയൺ ബാറ്ററി പ്ലാന്റിൽ 80 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. ഇപ്പോൾ ആകെ നിക്ഷേപം 3,882.23 കോടി രൂപയാണ്. അടുത്തത് സിംഗാൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. JSP പ്രൊജക്റ്റുകൾക്കായുള്ള സംയുക്ത സംരംഭത്തിന് മൊഹാലിയിൽ 509.2 കോടി റോഡ് നിർമ്മാണ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് JLRുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സൈബർ ഇഷ്യൂ അപ്ഡേറ്റ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. അതിൻ്റെ ഗ്ലോബൽ പാർക്ക് ലോജിസ്റ്റിക് സെന്റർ വീണ്ടും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. അടുത്തത് നുവോക്കോ വിസ്റ്റാസ് എന്ന കമ്പനിയാണ്.
ഇൻവോയ്സിംഗ് പ്രശ്നങ്ങൾ കാരണം 112.48 കോടി രൂപയ്ക്ക് നികുതി കാരണം കാണിക്കൽ നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. അടുത്ത BHEL എന്ന കമ്പനിയാണ്. സർക്കാർ REC പവർ ഡെവലപ്മെന്റുമായി അതിന്റെ നിർദ്ദിഷ്ട സംയുക്ത സംരംഭത്തിന് അംഗീകാരം നൽകിയില്ല. അടുത്തത് സുപ്രീം പെട്രോകോം എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ പുതിയ ABS പ്ലാസ്റ്റിക് പ്ലാന്റിൽ ഉൽപ്പാദനം പുനരാരംഭിച്ചു. ശേഷി 70,000 TPA ആണ്. മറ്റൊരു കമ്പനി ആംബർ എന്റർപ്രൈസസ്. വൻകിട നിക്ഷേപകർ അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളുമായുള്ള ALGen ഇലക്ട്രോണിക്സിൽ 550 കോടി രൂപ നിക്ഷേപിച്ചു. ഇത് PCBകളും അസംബ്ലികളും നിർമ്മിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കുന്ന വിവിധതരം ടൂൾസുകൾ, ഓപ്ഷൻ ട്രേഡിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ ഈ കോഴ്സിൽ കടന്നു പോകുന്നുണ്ട്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനായിട്ട് തൊട്ടുമുകളിലെ ഇതേ വാട്സാപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളുടെ ലിങ്കുകൾ നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ വലിയ സെല്ലിംഗ് ആണ് നടത്തിയത്. 4,995 കോടി രൂപയ്ക്ക് അവർ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തു. DIs ആവട്ടെ 5,103 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇന്നലെ നെഗറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വെള്ളിയാഴ്ച പുലർച്ചെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ മരുന്നുകളുടെ ഇറക്കുമതിക്ക് 100% തീരുവ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഏഷ്യയിലെ ഫാർമ ഓഹരികൾ ഇടിയുകയുണ്ടായി. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. അതിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോസ്പി മാർക്കറ്റാണ്. കൊറിയൻ മാർക്കറ്റ് ഇപ്പോൾ 1.93% വലിയ നഷ്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ മാർക്കറ്റാണ് തൊട്ടു പിന്നിലുള്ളത്. 1.5% മുകളിൽ ഇടിവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഹോങ്കോങ് മാർക്കറ്റ് 0.62% ഇടിവിൽ. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,922 എന്ന നിലയിൽ 0.15% ഇടിവിൽ, അതായത് 37 പോയിന്റ്സ് ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,900 താഴെയായിട്ടാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 24,890 166 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെക്കുറിച്ച് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിലാണ്. ഇവിടെ നിന്നും റിവേഴ്സൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരു പക്ഷേ താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 24,800 ആണ്. 24,750 800 ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് റൺ ലൈൻ ഉള്ളത്. തുടർച്ചയായിട്ട് 5 ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഇടിയുക തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ സമീപ ദിവസങ്ങളിലായി ഉണ്ടാക്കിയ ആ ഒരു റാലിയുടെ 50% ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലിന് താഴെയായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഒരു അവസാനത്തെ ഹോപ്പ് എന്നത് നമുക്ക് 24,750 800 സോൺ തന്നെയാണ്. ഇവിടെ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട സോണിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 24,900 സ്ട്രൈക്കിൽ 44% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 208% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,850 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 605% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,950 സ്ട്രൈക്കിൽ വെറും 6% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡ് വളരെ സ്ട്രോങ് ആണ്. 1,180% വർധനവ് വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,122 388 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നതാണ്. 54,976 ഓഗസ്റ്റ് 8-11 തീയതികളിലെ ലോവസ്റ്റ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസാണ് ഇപ്പോൾ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോണിലേക്ക് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കൂടാതെ 55,000 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. 20 ഡേ EMA ഉള്ളതും ഈ ഒരു ലെവലിൽ തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്.
ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫെസ്റ്റിവൽ ഓഫറിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഓഫർ ഉള്ളത്. പരിമിതമായ സമയത്തേക്ക് മാത്രമായിരിക്കും. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.